സാഹസിക ടൂറിസം ഹബ്ബായി കേരളത്തെ മാറ്റുമെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. വാഗമണിൽ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാഗമൺ കേരളത്തിലെ പാരാഗ്ലൈഡിംഗ് ഡെസ്റ്റിനേഷനാണെന്ന് മന്ത്രി പറഞ്ഞു. 5 ദിവസമായി നടത്തിവന്ന വാഗമൺ അന്താരാഷ്ട്ര ടോപ്പ് ലാൻഡിംഗ് ആക്യുറസി കപ്പ് പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന്റെ സമാപനമായി. വിദേശികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പാരാഗ്ലൈഡിംഗിനായി വാഗമണിൽ എത്തിയത്. വാഗമണിനെ കേരളത്തിലെ പാരാഗ്ലൈഡിംഗ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുമെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇതിനായുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേരള അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിക്ക് എല്ലാവിധ പിന്തുണയും നൽകും. ടൂറിസം രംഗത്ത് കോവിഡിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റികളിൽ ഒന്നാണ് സാഹസിക ടൂറിസം. ഇത്തരം കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമാക്കിയെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുകയാണ്. ഭാവിയിൽ സാഹസിക ടൂറിസത്തിന് വലിയ സാധ്യതകളാണ് ഉള്ളതെന്ന് പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നതായും മന്ത്രി പറഞ്ഞു. വാഗമണിനെ കേരളത്തിലെ പാരാഗ്ലൈഡിംഗ് ഡെസ്റ്റിനേഷനായി മാറ്റുകയാണ് ടൂറിസം വകുപ്പിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേരള അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിക്ക് എല്ലാ പിന്തുണയും ടൂറിസം വകുപ്പ് നൽകും എന്നുള്ള വിവരം ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം പ്രവർത്തനങ്ങളെ ആകെ ചലിപ്പിക്കുന്ന വലിയ പ്രവർത്തനം കൂടിയായി ഇത്തരം ഫെസ്റ്റിവലുകൾ മാറും. കോവിഡിന് ശേഷമുള്ള ടൂറിസം ആക്ടിവിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അഡ്വഞ്ചർ ടൂറിസം. അഡ്വഞ്ചർ ടൂറിസം ഡെസ്റ്റിനേഷനുകളെ മാത്രം ലക്ഷ്യമാക്കി എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും പാരാഗ്ലൈഡിംഗ് സംഘടനയുടെയും എയ്റോ ക്ലബ് ഓഫ് ഇന്ത്യയുടെയും സാങ്കേതിക സഹായത്തോടെയുമാണ് വാഗമൺ ഇന്റർനാഷണൽ ടോപ്പ് ലാൻഡിംഗ് ആക്യുറസി കപ്പ് സംഘടിപ്പിച്ചത്. ഇടുക്കി വിഷൻ ന്യൂസ്, പീരിമേട്.